സല്യൂട്ട് ഭാരത്. സല്യൂട്ട് ഭാരതിൽ ഇന്ന് നമ്മോടൊപ്പമുള്ളത് മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ ടി കെ രാജഗോപാലാണ്. സാർ നമസ്കാരം. 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 സാർ, കർണാടകത്തിൽ ഡി കെ ശിവകുമാർ ഉപമുഖ്യമന്ത്രിയിൽ നിന്ന് അദ്ദേഹം മുഖ്യമന്ത്രിയായി മാറി. അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലെ ആഭ്യന്തരമന്ത്രി രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ രജിസ്ട്രേഷൻ എവിടെ, RSSൻ്റെ രജിസ്ട്രേഷൻ എവിടെ, കൊണ്ടുപോവാം എന്ന രീതിയിലൊരു ചോദ്യം ചോദിച്ചിരിക്കുന്നു. അതിനെ ചിരിച്ചാണ് അവർ തള്ളിയിരിക്കുന്നത്. സാറിന് എന്താ സാർ അതിനെക്കുറിച്ച് പറയാനുള്ളത്? പുതിയ ഡെവലപ്മെന്റ്സും ഉണ്ടായിട്ടുണ്ട്. മോഹൻലാലിന്റെ ഒരു സിനിമ, മോഹൻലാലും തിലകനും ഒക്കെ ഉള്ള ഒരു സിനിമയാണെന്ന് തോന്നുന്നു. ആ സിനിമയുടെ പേര് ഞാനങ്ങ് മറന്നുപോയി. അതിനകത്തില് തിലകൻ പറയുന്നുണ്ട്, ഇത്രയും ധൈര്യം ഞാൻ എന്റെ ചാൾസ് ശോഭരാജിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞു. ഇത്രയേറെ ധൈര്യം. മനസ്സിലായി. സത്യനന്ദിക്കാടിന്റെ ചിത്രമാണത്. അതെ 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 സത്യനന്ദിക്കാടിന്റെ അതെ 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 ഒരു സിനിമയിലാണ്. അപ്പോഴ് കർണാടകത്തിന്റെ ആഭ്യന്തരമന്ത്രി അദ്ദേഹം പ്രിയങ്ക് ഖാർഗെ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കർണാടകത്തിന്റെ പഴയ IT മന്ത്രിയായിരുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോഴാണ് ആഭ്യന്തരത്തിന്റെ ചുമതല അദ്ദേഹത്തിന് കഴിഞ്ഞ കുറച്ച് നാളുകളെ ആയിട്ട് കിട്ടിയിട്ട്. അതേപോലെ തന്നെ കോൺഗ്രസിന്റെ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുടെ മകനുമാണ്. അങ്ങനെയുള്ള ഒരു സവിശേഷ വ്യക്തിത്വം കൂടെയാണ് അദ്ദേഹം. അദ്ദേഹമാണ് ഇപ്പൊ കർണാടകത്തിന്റെ ആഭ്യന്തരമന്ത്രി. അദ്ദേഹമാണ് ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. RSS മേധാവി ശ്രീ മോഹൻ ഭാഗവതിന് ഒരു കത്ത് അയച്ചിരിക്കുകയാണ്. മോഹൻ ഭാഗവതിനെ കുറിച്ച് നമുക്ക് പ്രത്യേകിച്ച് പറഞ്ഞാൽ അദ്ദേഹം കേരളത്തിലുണ്ടായിരുന്നു. ഇന്നലെ കേരളത്തിലെ 2 ദിവസമായിട്ട് കേരളത്തിലുണ്ട്. RSSന്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് നടന്ന ഒരു പ്രഭാഷണ പരമ്പരയ്ക്കായിട്ട് അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തിയതാണ്. അദ്ദേഹത്തിന്റെ സെക്യൂരിറ്റി മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടല്ലോ. അതിനെക്കുറിച്ച് വലിയ വിമർശനം ഉണ്ടായിരുന്നു. ഇത്രയേറെ വലിയ അംഗരക്ഷകരും തോക്കേന്ത്യ കരിമ്പൂച്ചകളിലേക്ക് നടുവിൽ കൂടെ എന്തിനു വരുന്നു, എന്തിനെ കേരള സർക്കാർ അനുവദിച്ചു എന്നൊക്കെ പറഞ്ഞുണ്ടായിരുന്നു. അതേപോലെ തന്നെ ആ പ്രഭാഷണം വിവാദമാക്കി കളഞ്ഞു. 3 VC-മാർ അതിനകത്ത് സംബന്ധിച്ചെന്ന് പറഞ്ഞിട്ട് അതും വലിയ വിവാദമാക്കി. ഇവിടെ കാവ്യവൽക്കരണമോ എന്തൊക്കെയോ കുറച്ച് വാക്കുകളാണ് ഇതിനകത്ത് പ്രയോഗിക്കുന്നത്. അക്കാഡമിക് സെഷനെ പോലും അങ്ങനെയാണ് കാണുന്നത്. അങ്ങനെയുള്ള മോഹൻ ഭാഗവതിന് സർസംഘചാലകാണ് RSSനെ സംബന്ധിച്ചിടത്തോളം. അദ്ദേഹത്തിനാണ് കത്തയച്ചിരിക്കുന്നത്. ഈ കത്തിനകത്ത് ഇദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത്, നിങ്ങൾ ഒരു വലിയ ഓർഗനൈസേഷനാണ്, 4,000-ഓളം മറ്റേ വലിയ ശാഖകളും മറ്റു കാര്യങ്ങളും ഒക്കെ കൂടെ അടിസ്ഥാന ശാഖകളൊക്കെ നടത്തുന്നു. 10-20 ലക്ഷം ആളുകൾ ഓരോരോ സെമിനാറുകളിലും മറ്റൊക്കെ സംബന്ധിച്ച് നിങ്ങൾക്കുണ്ട്. വലിയ ജനപങ്കാളിത്തമാണ് നിങ്ങളുടെ ചടങ്ങുകളിലൊക്കെ കാണുന്നത്. അപ്പൊ അഭിമാനമാണ് കർണാടകത്തിലെ ഒരു ആഭ്യന്തരമന്ത്രിയുടെ ആവശ്യം. നോക്കണം, ഇന്ത്യ മഹാരാജ്യത്ത് 100-ലേറെ വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന ഒരു എന്താണ് പറയുന്നത്, അതൊരു സാംസ്കാരിക സംഘടന. ഒരു സാംസ്കാരിക സംഘടന എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ സംഘടന എന്ന് പറഞ്ഞ സംഘടന രൂപം പോലും അതിനില്ല. അതിന് രജിസ്ട്രേഷൻ ഇല്ല. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ രജിസ്ട്രേഷൻ ഇല്ല. അതിന്റെ ആവശ്യമില്ല. 100-ലേറെ വർഷങ്ങളായിട്ട് പരസ്യമായ പ്രവർത്തനമാണ്. രഹസ്യ പ്രവർത്തനങ്ങളൊന്നും അല്ലല്ലോ. RSSന്റെ ഒരു പ്രവർത്തനങ്ങൾക്കും മറയില്ല. എല്ലാവർക്കും കാണാം എന്താണ് അവിടെ സംഭവിക്കുന്നത്. എല്ലാവർക്കും കാണാം. അപ്പൊ ആദ്യകാലത്തൊക്കെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ക്ഷേത്രങ്ങളില് ഇവര് വൈകുന്നേരം ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ചില വ്യായാമങ്ങളും ഒക്കെ നടത്തുമായിരുന്നു. ചെറിയ കളികളും അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളൊക്കെ നടത്തുക പരസ്യമായിരുന്നു. അന്ന് നമുക്ക് വ്യായാമങ്ങൾക്കുള്ള പൊതുവേദികളൊന്നുമില്ല. ഇപ്പോഴത്തെ പോലെയുള്ള ടഫ് കോർട്ടുകളും മറ്റും ഒന്നും ഇല്ലാത്ത കാലത്ത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള വ്യായാമ കാര്യങ്ങളാണ് അത് പഠിപ്പിക്കുമായിരുന്നു. അതേപോലോടൊപ്പം തന്നെ വർഷത്തിൽ 1-2 ദിവസങ്ങളിൽ അവർ ഗണവേഷധാരികൾ, കാക്കി ട്രൗസറും അതുപോലെ വെള്ള ഷർട്ടും ഒക്കെ ഇട്ട് അവരൊരു പദസഞ്ചലനം എന്നൊക്കെയുള്ള ഇതെല്ലാം ഓപ്പണാണ് കാര്യങ്ങൾ വരുന്നത്. പക്ഷെ ഇവർക്ക് ശക്തമായ എതിർപ്പായിരുന്നു. അത് CPM പോലെയുള്ള സംഘടനകളാണ് അവരെ ശക്തമായിട്ട് എതിർത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവരിങ്ങനെ അമ്പലമുറ്റത്തൂടെ വളർന്നു കഴിഞ്ഞാൽ അവരുടെ ആ ദണ്ടിനെയൊക്കെ അവർ വിശേഷിപ്പിക്കുന്നത് 6 അടി മുളവടി കുറുവടിയാക്കി എന്നൊക്കെയാണ്. ഞാനങ്ങനെ എന്റെ ചെറുപ്പത്തിൽ കേട്ടിട്ടുണ്ട് അത്തരം മുദ്രാവാക്യങ്ങൾ. 6 അടി മുളവടി കുറുവടിയാക്കി RSS ഗുണ്ടകളെ എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു. ഇവർ തമ്മിൽ വലിയ പ്രശ്നമായിരുന്നു കേട്ടോ. CPM-ഉം RSS-ഉം തമ്മിൽ വലിയ പ്രശ്നമായിരുന്നു. തലശ്ശേരിയിൽ നടക്കുന്ന അന്നത്തെ അടിയും ബഹളം വെട്ടലും കൊലപ്പെടുത്തലും ഒക്കെ അറിയാമല്ലോ ഇപ്പൊ. അതൊക്കെ ശാന്തമായിട്ടുണ്ട്. 2 കൂട്ടർക്കും ഈ പറഞ്ഞതുപോലെ അത്തരം ബോധ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പോട്ടെ, അത് വിഷയപ്പെട്ട. അപ്പൊ അങ്ങനെ ഇന്ത്യയാകെ പടർന്ന് പന്തലിച്ച പ്രസ്ഥാനമാണ് നേതാവിന് പറഞ്ഞ സർസംഘചാലക് പരമാധ്യക്ഷന്
അദ്ദേഹത്തിനാണ് ഇപ്പോഴ് ഈ കർണാടകത്തില് നമ്മൾ പറയത്തില്ലേ, കർണാടകത്തിന്റെ ആഭ്യന്തരമന്ത്രി, അതിനെ എന്താണ് വിശേഷിപ്പിക്കേണ്ടതെങ്കിൽ പറയുമ്പോൾ ആഭ്യന്തരമന്ത്രിയാണ്. അദ്ദേഹം കത്തയച്ചിട്ട് എനിക്കിതെല്ലാം ഒന്ന് അറിയണം, നിങ്ങളുടെ കാര്യങ്ങൾ എന്തെല്ലാത്തിനെ കുറിച്ച് അറിയണം. കോട്ടെ കോൺഗ്രസ് അധ്യക്ഷനോ അദ്ദേഹത്തിന്റെ അച്ഛനോ കത്തയക്കുകയാണെങ്കിൽ നമുക്കത് മനസ്സിലാക്കാം. മല്ലികാർജുൻ ഖാർഗെയാണ് ഒരു കത്തയക്കുന്നെങ്കിൽ നമുക്കത് മനസ്സിലാക്കാം. ഇത് തെക്കേ ഇന്ത്യ കിടക്കുന്ന ഒരു സംസ്ഥാനത്തെ ആഭ്യന്തരമന്ത്രിയാണ് ഇദ്ദേഹത്തിന് മോഹൻ ഭാഗവത്തിന് കത്തയച്ചിരിക്കുന്നത്. അതേപോലെ നിങ്ങളുടെ ഫണ്ടുകൾ വെളിപ്പെടുത്തണമെന്നാണ്. ആലോചിച്ച് നോക്കുക, നിങ്ങൾക്ക് എവിടെ നിന്ന് വരുമാനം വരുന്നു, നിങ്ങളുടെ വരുമാനം എവിടെ നിന്ന് വരുന്നു എന്നുള്ളത് അതും എന്നെ അറിയിക്കണം, എത്രയും പെട്ടെന്ന് തന്നെ അറിയിക്കണം. ഇല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്ത് കളയുന്നതൊക്കെ അവിടെ അദ്ദേഹത്തിന് അയക്കാൻ പറ്റുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ സംസ്ഥാനത്തെ വല്ല പോലീസുകാരനെയോ SIT ഒക്കെ അയക്കാൻ പറ്റുമായിരിക്കും. അവർക്ക് വല്ലവർക്കും ഈ നാഗ്പൂർ ആസ്ഥാനത്തോ അതിന്റെ 7000 നാഗ്പൂരിലാണല്ലോ ഹെഡ് ക്വാർട്ടേഴ്സ് കിടക്കുന്നത്, ആ 7000 ചെല്ലാനൊക്കെ അല്ലെങ്കിൽ തന്നെയുള്ള അധികാരമുണ്ടോ ഒരു പോലീസ് സ്റ്റേഷന് അപ്പുറത്ത് കയറി? അതൊക്കെ എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റ് അന്വേഷിക്കേണ്ടതാണ്, അല്ലെ? ED അന്വേഷിക്കണം, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് അന്വേഷിക്കണം, അങ്ങനെയുള്ള NFCB അന്വേഷിക്കണം. ഇതൊക്കെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഇരിക്കുന്നത്. അവരുടെ നേതാക്കന്മാരെല്ലാം പഴയ RSS പശ്ചാത്തലമുള്ളവരാണ്. ഇതിനകത്ത് ആരാ ഇല്ലാത്തത്? RSSന്റെ ഒരു ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ, അല്ലേ, നമ്മളെ പ്രധാനമന്ത്രിമാരുടെ തന്നെ ട്രാക്ക് ഇതിന്റെ നോക്കുക, പശ്ചാത്തലം നോക്കുക. അപ്പൊ വാജ്പേയി ആണെങ്കിലും ശരി, അതേപോലെ തന്നെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി 12ാം വർഷം കഴിഞ്ഞു വരുന്ന പ്രധാനമന്ത്രിയും RSSകാരനായിരുന്നു. അതേപോലെ തന്നെ ഗവർണർമാർ, അവർ അപ്പോയിന്റ് ചെയ്യുന്ന ഗവർണർമാരെ നോക്കുക, രാഷ്ട്രപതിമാരെ നോക്കുക, ഇവിടെ എല്ലാ RSS ഉണ്ട്. അന്നേരം ഒന്നും നിരോധനമൊന്നുമില്ല. അത് തന്നെയല്ല, ഈ കോൺഗ്രസ് എത്ര വർഷം ഇന്ത്യ ഭരിച്ചിട്ടുണ്ട്? എത്രയോ വർഷങ്ങളായിട്ട് കോൺഗ്രസ് ഇന്ത്യ ഭരിച്ചിട്ടുണ്ട്. അന്നൊന്നും ആ ചോദ്യം വന്നില്ലേ? ഇവൻ എവിടെ നിന്ന് ഫണ്ട് കൊണ്ടിരുന്ന ചോദ്യം വന്നില്ലേ? അതേപോലെ തന്നെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഈ പ്രളയവും അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് സഹായത്തിന് വിളിക്കുന്ന ആദ്യത്തെ വോളണ്ടിയർ സംഘടന RSS ആണ്. അവരാണ് വിളിച്ചിട്ടത് അത്തരം കാര്യങ്ങൾ. ഇപ്പൊ കേരളത്തിൽ കഴിഞ്ഞ ഉണ്ടായ പ്രളയ സമയത്ത് നമ്മൾ കണ്ടില്ലേ, സേവാഭാരതി, RSS ഒക്കെ വലിയ വർക്കാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇവരോട് ചോദിക്കുകയാണ്, അവരൊക്കെ നമ്മൾ അന്ന് കണ്ടത് അവരുടെയൊക്കെ വീടുകളിൽ നിന്ന് അല്ലെങ്കിൽ കിട്ടാവുന്നിടത്തുള്ള സഹായവും ഭക്ഷണവും ഒക്കെ എത്തിച്ചതിന് കൊടുക്കുന്ന കാര്യങ്ങളാണ്. വലിയ സഹായങ്ങളാണ് അവർ ചെയ്യുന്നത്. ഞാനൊന്ന് ഇടപെടുകയാണ് സാർ. നമ്മുടെ ഈ പറയുന്ന ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന രീതിയിൽ നമ്മൾ കേട്ടിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെയാണ്. അതായത് ഒരു വേള ഇന്ത്യയിൽ ആര് ഭരിക്കണം, ഭാരതം ആര് ഭരിക്കണം എന്ന് ഇപ്പോഴല്ല നേരത്തെയും തീരുമാനിച്ചിരുന്നത് RSS ആണ് എന്ന് പറഞ്ഞാൽ അതിൽ തെറ്റിദ്ധരിക്കേണ്ട കാര്യമുണ്ടോ? അതിൽ തെറ്റില്ല എന്ന് നമുക്ക് പറയേണ്ടി വരില്ലേ? ഒരു വേള ഈ പറയുന്ന രീതിയിൽ നരസിംഹറാവു ഗവൺമെൻറ്, അതായത് കോൺഗ്രസ് ഗവൺമെൻറ് തന്നെ വന്നത് RSS തീരുമാനിച്ചിട്ടാണ് എന്ന് വരെ ഞാൻ കേട്ടിട്ടുണ്ട്. അത് ശരിയല്ലേ? അയ്യപ്പദാസെ, അവരൊരു സാംസ്കാരിക പ്രസ്ഥാനമാണെന്നൊക്കെ പറയുന്നെങ്കിലും ഇന്റലക്ച്വൽസ് ഉണ്ട് അതിനകത്ത്. വലിയ ബുദ്ധിജീവികളാണ് അതിനകത്ത് പ്രവർത്തിക്കുന്നത്. നമ്മൾ അറിയപ്പെടുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. അവരാരും അങ്ങനെ പൊതുവേദി വന്നിട്ട് പ്രസംഗിക്കാനോ ഞാനാണ് വലിയ ആള്, എന്നെക്കാട്ടി വലിയ അടിക്കാരനില്ലെന്നൊന്നും പറയാനൊന്നും അവർ വരുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. ബുദ്ധി രാക്ഷസന്മാരുടെ ഒരു നിരയുണ്ട് അവർക്ക്. അത് ശാസ്ത്രജ്ഞന്മാരാണെങ്കിലും ശരി, ചരിത്രകാരന്മാരാണെങ്കിലും ശരി, മറ്റേത് രംഗത്തും ഓരോ രംഗത്തും അവർക്ക് ആളുകളുണ്ട്. അവരാണത് പ്ലാൻ ചെയ്യുന്നത്. അവർ കൃത്യമായിട്ടത് പ്ലാൻ ചെയ്യുകയാണ്. പ്ലാൻ ചെയ്ത ശേഷം അത് നടപ്പാക്കുന്ന ചുമതലയാണ് BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം വന്നപ്പോഴുണ്ടായത്. BJPക്ക് വളരെ കുറച്ചു കാലത്തെ രാഷ്ട്രീയ ചരിത്രമല്ലേ ഉള്ളൂ. അത് ആ പ്രധാനമന്ത്രിമാരിൽ കൂടെ അല്ലെങ്കിൽ BJP കൂടെ അവർ നടപ്പാക്കിയെടുക്കുകയാണ്. അങ്ങനെയാണ് ചെയ്യുന്നത്. അതെന്ന് പറഞ്ഞാൽ ഇന്നത്തെ നാളത്തെ പ്ലാനിങ് അല്ല അവർ നടത്തുന്നത്. നമ്മളിപ്പോ ബംഗാളിന്റെ കാര്യം പറഞ്ഞതുപോലെ ഒരു 10, 15, 20 വർഷത്തെ ദീർഘമായ പ്ലാനിങ് ആണ്. നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന 2026 ആണ് സംസാരിക്കുന്നത്, ഇന്നാണ് സംസാരിക്കുന്നത്. അവരിപ്പോ 36-ലെയോ 46-ലെയോ പ്ലാനാണ് അവർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം 26 ഒക്കെ അവർ 10 വർഷം മുമ്പേ ചിന്തിച്ചു കഴിഞ്ഞതാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞത്. അത്ര ദീർഘമായ വിഷനോട് കൂടിയാണ് ആ സംഘടന പ്രവർത്തിക്കുന്നത്. അപ്പൊ അവരുടെ തീരുമാനം തന്നെ ആയിരുന്നു, അല്ല സാർ? അപ്പൊ അവരുടെ ആ സംഘടനയുടെ തീരുമാനം തന്നെ ആയിരുന്നു നരസിംഹറാവു ഗവൺമെന്റ് ആയാലും ഇപ്പോൾ ഈ കാണുന്ന ഏത് കാര്യങ്ങളും BJP ഗവൺമെന്റും ഒക്കെ തന്നെ. തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങളിലും ഈച്ച് ആൻഡ് എവരി തീരുമാനങ്ങൾക്ക് പുറകിൽ RSSന്റെ സൈദ്ധാന്തികന്മാരുടെ റെക്കമെൻഡേഷൻസ് തന്നെയാണ്. അതിനകത്ത് ഒരു സംശയവുമില്ല. നരേന്ദ്രമോദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയോ വർഷങ്ങളായിട്ട് അദ്ദേഹം RSS പ്രചാരകനായിരുന്നു. അപ്പോ സാർ നമ്മുടെ സംസാരത്തിന്റെ ചുരുക്കെഴുത്തിലേക്ക്, അതെ സാർ, നമ്മുടെ സംസാരത്തിന്റെ ചുരുക്കെഴുത്തിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. അപ്പോൾ സാർ, എൻ്റെ സംശയം ഈ പറയുന്ന പോലെ ഈ ആഭ്യന്തരമന്ത്രിയുടെ ചോദ്യത്തിന് മോഹൻ ഭാഗവത് എന്ന RSSന്റെ മേധാവി നൽകാൻ പോകുന്ന മറുപടി എന്തായിരിക്കാം?
അതിനകത്തൊക്കെ വരുന്നത് പോലെ ഒന്നേലാരെ ഒപ്പിട്ട് പോലും ആരും മേടിക്കത്തില്ല. ഈ അഥവാ മര്യാദയ്ക്ക് മേടിച്ചാൽ തന്നെ അത് വലിച്ചേറി കളയത്തുള്ളൂ. ഇദ്ദേഹം ആരാണെന്ന് ചോദിക്കാൻ, ഞാൻ പറഞ്ഞില്ലേ, ഇദ്ദേഹം ആരാണ് ചോദിക്കാൻ? കർണാടകത്തിലെ വെറും ഒരു ആഭ്യന്തരമന്ത്രിക്ക് RSSന്റെ സംഘചാലനോട് നിങ്ങളുടെ കണക്കെല്ലാം കൂടെ കൊണ്ടുവരാന്ന് പറയാൻ ആരാണ്? അത് വെറുതെ, എനിക്ക് തോന്നുന്നത് വെറുതെ വടി കൊടുത്ത് അടിമേടിക്കാൻ പോവുകയാണ്. ഇതിന്റെ പേരിലെങ്ങാനും കർണാടകത്തിലെങ്ങാനും BJPക്കോ RSSനെതിരെയോ, പ്രത്യേകിച്ച് RSSനെതിരെ എന്തെങ്കിലും നടപടി വന്നു കഴിഞ്ഞാൽ ഇപ്പോഴുള്ള ഭരണത്തിനെ പോലും അത് ബാധിക്കും. ഇപ്പൊ 135 സീറ്റുമായിട്ടൊക്കെ അവിടെ ഭരണം നടത്തുകയാണ് അല്ലെ. ചെറിയ മാർജിനേ ഉള്ളൂ. 6% വോട്ട് വ്യത്യാസത്തിനാണ് അവർക്ക് അവിടെ ഭരണം കിട്ടിയിരിക്കുന്നത്. BJPക്ക് കോൺഗ്രസിന് കിട്ടിയിരിക്കുന്നത്. അന്ന് JDU പിന്നെ ക്ഷമിക്കണം, മറ്റേ ജനതാ ഇവരുടെ പാർട്ടി ഉണ്ടല്ലോ, പിന്നെ നമ്മുടെ കുമാരസ്വാമിയുടെ ജനതാദൾ മത്സരിച്ചതുകൊണ്ട് അവര് 13% വോട്ട് പിടിച്ചവിടെ. അതുകൊണ്ടാണ് BJPക്ക് അവിടെ ഭരണം പോയത്. 6% വ്യത്യാസമേ ഉള്ളൂ കോൺഗ്രസും അവിടെ പിന്നെ BJP തമ്മിലുള്ളത്. അതേപോലെ യെദ്യൂരപ്പയുടെ മകൻ ഗ്രൗണ്ട് റിയാലിറ്റിയിൽ പിന്നെ ഗ്രൗണ്ടിൽ വളരെ സ്വാധീനം ഉണ്ടാക്കിക്കൊണ്ട് വരികയാണ്. യെദ്യൂരപ്പയായിരുന്നല്ലോ BJPയുടെ ഏറ്റവും വലിയ ശക്തമാണെന്ന് പറയുന്നത്. അവിടുത്തെ 10-20 ആശ്രമങ്ങള്, മഠങ്ങൾ കേന്ദ്രീകരിച്ചിട്ടാണ് അവിടുത്തെ രാഷ്ട്രീയം നിൽക്കുന്നത്. പിന്നെ ഹിജാബ് വിവാദമൊക്കെ അറിയാമല്ലോ, യുവദാസ് അറിയാമല്ലോ. ശിരോവസ്ത്രം ധരിച്ച് പെൺകുട്ടികൾ വരാനുള്ള ശ്രമങ്ങൾ നടത്തിയത്. സെൻസിറ്റീവായ സംസ്ഥാനമാണ്, വളരെ വളരെ സെൻസിറ്റീവായ സംസ്ഥാനമാണ്. വളരെ സൂക്ഷിച്ചു വേണം അവിടുത്തെ ഹിന്ദു പൊളിറ്റിക്സിനെ കൈകാര്യം ചെയ്യാനായിട്ട്. എനിക്ക് തോന്നുന്നത് ഈ തീക്കൊള്ളി കൊണ്ട് തലചൊറിയാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നതെന്ന് തോന്നുന്നു. ഒരു അധികാരവുമില്ലാത്ത, കാര്യത്തിന് വേണ്ടി ആവശ്യമില്ലാത്ത ചോദ്യങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ അത് വീണ്ടും കുഴപ്പത്തിലേക്ക് പോകും. ഒരു പക്ഷെങ്കിലെ കോൺഗ്രസിന് വലിയ ദോഷം ചെയ്യുന്ന രീതിയിലേക്കായിരിക്കും അത് പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. നന്ദി. താങ്ക് യു സാർ.